അലവി സഖാഫിയോട് എന്നിട്ട് മറുപടിയൊക്കെ പറഞ്ഞു പോയി. എന്നിട്ട് മൂപ്പര് പറഞ്ഞു മങ്കൂസ് മൗലൂദിലെ ഒറ്റ നോണ തെളിയിക്കാൻ പറ്റില്ല. ഒറ്റ നെരിപ്പിൽ 50 നോണ ഞാൻ പറഞ്ഞു കൊടുത്ത് യൂട്യൂബിൽ ഇപ്പോഴും കിട്ടും. മങ്കൂസ് മൗലൂദിലെ 50 കളവുകൾ നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. ഒറ്റ നിപ്പ് നിന്നിട്ട് 3-4 മിനിറ്റ് കൊണ്ട് 50 നോണങ്ങൾ എണ്ണി പറഞ്ഞ ക്ലിപ്പ് യൂട്യൂബിലുണ്ട്. മങ്കൂസ് മൗലൂദിലെ 50 കളവുകൾ എന്ന് അടിച്ചാൽ മതി. പിന്നെ അലവി സഖാഫി വൈക്ക് വന്നിട്ട് പ്രസംഗിക്കാൻ അന്നാ പോയതാണ്. അസ്സലാമു അലൈക്കും. ഇവിടെ വിസ്ഡം മുജാഹിദ് AP സുന്നികൾ തമ്മിലുള്ള ഒരു ചർച്ചയാണ്. ഇവർ രണ്ടു കൂട്ടരും തർക്കിക്കുന്നത് മൗലൂദ് എന്നുള്ള ആ ഒരു വിഷയം സംബന്ധിച്ചുകൊണ്ടുമാണ്. ഇവിടെ അലവി സഖാഫി വല്ലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് കുറെ വർഷങ്ങൾ മുമ്പ് ഒരു സംവാദം നടത്തുകയും ആ സംവാദത്തില് അവിടെ പൊട്ടിപ്പാളീസായി പോവുകയും ചെയ്ത ആ ഒരു കാര്യം ഏവർക്കും അറിയാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ആ ഒരു വീഡിയോ നമ്മൾ ഒന്നുകൂടി റീപോസ്റ്റ്മോർട്ടം ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോ പ്രതിപാദിക്കുന്നത് ഫൈസൽ മൗലവി കള്ളം പറഞ്ഞു എന്ന് അലവി സഖാഫിയും അലവി സഖാഫി കള്ളം പറഞ്ഞു എന്ന് ഫൈസൽ മൗലവിയും ആണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ആരാണ് ഇതിൽ കള്ളം പറഞ്ഞിട്ടുള്ളത്? ഇസ്ലാമിക വീക്ഷണത്തിൽ ആരുടെ വാദമാണ് കള്ളത്തരം എന്നുള്ളത് ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് തീരുമാനമാക്കാൻ കഴിയും. ഇത് വിദേശത്തുള്ള ഒരു യുവാവാണ് എനിക്ക് അയച്ചു തന്നത്. ഇതിലെ ചില തെളിവുകള് അതിന്റെ കാര്യം ചോദിച്ചുകൊണ്ട് 2 മൗലവിമാരുടെ നമ്പറൊക്കെ ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം എനിക്ക് ഈ വീഡിയോ അയച്ചു തന്നത്. അതിന് ചെറിയ 1-2 കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ചോദിച്ചൊരു മൗലവിയുടെ നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോ അദ്ദേഹത്തിന് കൂടി വേണ്ടിയാണ് നമ്മളിത് എടുത്തിട്ടുള്ളത് എന്നാണ് പറയാനുള്ളത്. അലവി സഖാഫി എന്താ പറയുന്നതെന്ന് കേൾക്കാം. 50 കളവുകളുണ്ട് എന്ന് ഞാൻ വല്ലപ്പുഴയിൽ പോയി പറഞ്ഞു എന്ന് പറഞ്ഞ് മൂപ്പര് പെരുമ്പറ കൊള്ളിയാണ് പല ഭാഗത്തും. ആ പറഞ്ഞ കളവുകൾ എന്ന് പറഞ്ഞതിന്റെ യാഥാർത്ഥ്യമാണ് ഞാൻ ഇവിടെ വിശദീകരിച്ചത്. ഒന്നിനെങ്കിലും ഒരു തെളിവെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഇല്ല, ഉണ്ടായിട്ടില്ല. അയാൾക്ക് പറയാനുള്ളത് അയാളുടെ തൊള്ളയാണ്. അതുകൊണ്ട് തന്നെ മൗലവിയുടെ ആ ക്ലിപ്പ് ഞാനിങ്ങനെ കേട്ടു നോക്കിയപ്പോ സഹോദരന്മാരെ ആവർത്തന സഹിതം അതിൽ 64 നുണകളാണുള്ളത്. പ്രിയമുള്ളവരെ, ഇവിടെ ഇപ്പോ ഈ അലവി സഖാഫി പറഞ്ഞത് പച്ചക്കളവാണെന്നുള്ളത് തെളിവ് സഹിതം നമുക്ക് ഇവിടെ നിരത്താൻ കഴിയും. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് നമുക്കത് എടുക്കാൻ കഴിയും. മങ്കൂസ് മൗലൂദില് കളവുണ്ട് എന്ന് ഫൈസൽ മൗലവി പറയുന്നു. അപ്പോ ഫൈസൽ മൗലവി പറഞ്ഞത് മുഴുവൻ കളവാണ് എന്നുള്ളതാണ് ഇപ്പൊ അലവി സഖാഫി പറയുന്നത്. എന്നാൽ ഈ വീഡിയോ മുഴുവനായിട്ട് കേട്ട എനിക്ക് മനസ്സിലായത് അലവി സഖാഫി പറയുന്നതാണ് പച്ചക്കളവ് എന്നുള്ളതാ. ഇവരുടെ 2 പേരുടെ സംഘടനയുമായിട്ട് ബന്ധമുള്ള ആളല്ല ഞാൻ. ഇവരെ 2 പേരെയും താഴ്ത്തി കാണിക്കുവാനോ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുവാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സത്യം ആര് പറയുന്നോ അവരുടെ ഒപ്പം നിൽക്കുക എന്നുള്ള ആ ഒരു കാര്യമാണ് ഇതുവരെയും നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഇനിയും പറയാനുള്ളത്. ആര് കളവ് പറയുന്നോ അത് നമ്മൾ തുറന്നു കാണിക്കും, ആര് സത്യം പറയുന്നോ അവരുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ് അലവി സഖാഫി വിശദീകരിക്കട്ടെ. മങ്കൂസ് മൗലിദിൽ 50 കളവുകൾ 1-ാം ഘട്ടം ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് മൂപ്പരിങ്ങനെ നമ്പർ ഇട്ട് എണ്ണാണ്. 1, 2 കളവ് നമ്പർ 2, 3, 4 50 വരെ എണ്ണുകയാണ്. എന്നിട്ട് ആ ക്ലിപ്പ് പ്രചരിപ്പിച്ചു. എന്നിട്ട് എന്താ പറയുന്നത്? 50 കളവുകൾ ഇതാ ഞാൻ മങ്കൂസ് മൗലിദിൽ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ആ കളവുകൾ എന്ന് പേരിൽ അയാൾ ഇങ്ങനെ എണ്ണിയത് കൊണ്ട് അത് കളവാകൂല. കളവാണ് എന്ന് സ്ഥാപിക്കാൻ ഏതെങ്കിലും ഒരു ഇമാമെങ്കിലും പറഞ്ഞത് ഇല്ല, സ്ഥാപിക്കാൻ ആ മൗലവിക്ക് കഴിഞ്ഞിട്ടില്ല. കേരളത്തിലെ ഒരൊറ്റ മുജാഹിദ് മൗലവിക്കും കഴിയുകയും ഇല്ല. മുജാഹിദ് മൗലവികൾക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കഴിഞ്ഞിട്ടില്ല എന്ന് പറയണേ. ഇനി മുജാഹിദ് മൗലവിമാരുടെ കാര്യം പോലും നോക്കട്ടെ. ഞാൻ നിങ്ങൾ പറഞ്ഞതൊക്കെ പച്ചക്കളവാണെന്നുള്ളത് ഇവിടെ തെളിയിക്കും. പറയും. അയാൾ കളവ് എന്ന് പറഞ്ഞതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അത് കളവല്ല എന്നത് വെക്ക്. 1-ാമത്തെ കളവ് വെക്ക്. മങ്കൂസ് മൗലിദില് 1-ാമത്തെ പേജിൽ 3 വരിയുണ്ട്. എന്റെ തല കേൾക്കുന്നത് 1-ാമത്തെ പേജിൽ അടിയില അവിടെ 3 വരി ആകുള്ളത്. ആ 3 വരി 2 ആണ്. ആദ്യത്തെ 3 വരി 2 ആണ്. എന്താണോ? 1 ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് നിരിപ്രകാശമുണ്ടാക്കി. അതാണ് ഫസ്റ്റ് നോണ. ലോകത്തെ സൃഷ്ടിക്കും മുമ്പ് നിരിപ്രകാശമുണ്ടാക്കി. നോണ നമ്പർ 1. അത് നുണയല്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെയാണ് വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ.
എന്ന് മങ്കൂസ് മൗലിദിൽ പറഞ്ഞത് കളവല്ല. ഉത്തമ നൂറ്റാണ്ടിൽ ഹിജറ 200കളിൽ ജീവിച്ച മഹാമനീഷിയായ ഹാഫിദ് അബ്ദുർ റസാഖ് തങ്ങൾ ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി അവരുടെ അൽ ഫതാവൽ ഹദീസിയ എന്ന ഈ ഗ്രന്ഥത്തിൽ ഇതാ രേഖപ്പെടുത്തി വെക്കുന്നു. പോരാ, ഒരു ഡസൻ ഇമാമുകൾ അത് രേഖപ്പെടുത്തി വെച്ചു. സാമ്പിളിന് ഒന്ന് മാത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. അടുത്ത കളവ് വെക്ക്. ശരി, അടുത്ത് പറഞ്ഞതിന് മുമ്പേ ഇവിടെ ഫൈസൽ മൗലവി പറഞ്ഞത് ഈ ആലം മുഴുവൻ സൃഷ്ടിക്കുന്നതിന് മുൻപായിക്കൊണ്ട് അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറ് പ്രകാശത്തെ സൃഷ്ടിച്ചു എന്ന് കളവുണ്ട് എന്നുള്ളതാണ്. അതിന് അലവി സക്കാഫിയുടെ നിരത്തിയ തെളിവ് ഒരു ഡസൻ ഇമാമുമാരുടെ കിതാബ് വേണമെങ്കിലും മൂപ്പരോടെ കാണിക്കാന്നാ പറഞ്ഞത്. ഒരു ഡസൻ അല്ല, 1,00,000 ഡസൻ ഇമാമുമാരുടെ ഉദ്ധരണി അവിടെ കാണിച്ചിട്ടും കാര്യമില്ല. അലവി സക്കാഫി ഹിജ്റ 200 ജീവിച്ച ഇമാം അബ്ദുർ റസാഖോ അല്ലെങ്കിൽ ഇമാം ഹൈത്തമിയോ ഒക്കെ പറയുന്നതിന് മുൻപായിക്കൊണ്ട് ഈ ഒരു വിഷയം പറയേണ്ടത് അഭൗതിക ലോകത്ത് അല്ലെങ്കിൽ ഭൂമി ലോകത്ത് അല്ലാതെ നടന്ന കാര്യങ്ങൾ, അള്ളാഹുവിന്റെ കാര്യങ്ങൾ അഭൗതികമാണ്. അവിടെ നടന്ന കാര്യങ്ങൾ അള്ളാഹു ആദ്യമായിട്ട് സൃഷ്ടിച്ചത് അള്ളാഹുവിന്റെ ഹബീബിന്റെ നൂറാണ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു അബദ്ധം വരുന്നുണ്ട്. ആലം എന്ന് പറഞ്ഞാൽ ലോകം എന്നതിനർത്ഥം വെക്കാൻ പാടില്ല. ആലം എന്ന് പറഞ്ഞാൽ അല്ലാത്തതൊക്കെ ആലത്തിലുള്ളതാണ്. ഈ അള്ളാഹു പടച്ചിട്ടുള്ള എല്ലാം ആലത്തിലുള്ളതാണ്. ആലം എന്ന് പറയുന്നത് അല്ലാത്തതൊക്കെ. അപ്പോ അള്ളാഹു അല്ലാത്തതെല്ലാം ആലമാണ്. അപ്പൊ അള്ളാഹു ആലം പടക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറ് പടച്ചു എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഒപ്പം തന്നെ പടച്ചു എന്നുള്ളതാ, അതോ ആലമിൽ പെടാത്തതാണോ അള്ളാഹുവിന്റെ ഹബീബിന്റെ നൂറ് എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ആ കാര്യം? ഇനി അതൊക്കെ പോട്ടെ, ഈ കാര്യം പറഞ്ഞു തരേണ്ടവൻ ആരാണ്? ഇത് അള്ളാഹു മാത്രമുള്ള ഒരു സമയത്ത് നടന്ന കാര്യമാണ്. ആ കാര്യത്തിന്റെ വിശദീകരണം നമുക്ക് നൽകേണ്ടത് അള്ളാഹു ആണ്. അള്ളാഹു അറിയിച്ചതനുസരിച്ച് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറാണ് ആദ്യമായിട്ട് പടച്ചത് എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും ഇമാമു പറഞ്ഞ ഈ ഇമാമുകൾ എവിടെ നോക്കി പറഞ്ഞു എന്ന് പറയും. ഇതൊന്നും കൂടുതൽ പറയേണ്ടതില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ അടുത്ത കളവ് വെക്ക്. രണ്ടാമത് എന്താ? ആദം മുഹമ്മദ് നബിയെ കൊണ്ട് ആദം അലൈഹിസ്സലാം തവസ്സുലാക്കി. ഇത് നുണയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആദം നബി തവസ്സുലാക്കി എന്നത് കളവല്ല. ഹദീസ് പണ്ഡിതന്മാർ 50ഓളം ഹദീസ് പണ്ഡിതന്മാരും ചരിത്ര പണ്ഡിതന്മാരും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. 50ഓളം കിതാബുകളിൽ ഇത് കാണാൻ കഴിയും. 1-2 മാത്രം ഞാൻ പറയാം. ഇമാം ബൈഹഖി ഹിജ്റ 384 ജനിച്ച ഇമാം ബൈഹഖിയുടെ ദലായിലുൻ നുബുവയാണ് എന്റെ കയ്യിലുള്ള ഈ ഗ്രന്ഥം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തവസ്സുൽ ചെയ്യുന്നു. ഇത് കളവല്ല. നോക്കൂ നിങ്ങൾ, ഇമാം ഹാക്കിം ആരാണ്? ഇമാം ഹാക്കിം ഹദീസ് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ വെള്ളി നക്ഷത്രമാണ്. ആ ഇമാം ഹാക്കിമിന്റെ അൽ മുസ്തദ്റക് എന്ന ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിന്റെ 3-ാമത്തെ വാള്യം 216-ാമത്തെ പേജിൽ പറയുന്നു. ഇത് കളവല്ല, ഇത് ഹദീസാണ്. ആരംഭ റസൂലുള്ളാഹി തങ്ങൾ ആ തങ്ങളെ കൊണ്ട് ആദം നബി തവസ്സുൽ ചെയ്യുന്നു. ശരി, അതവിടെ നിൽക്കട്ടെ. അതിന്റെ ബാക്കി നമുക്ക് കേൾക്കാം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഒരു തവസ്സുലിന്റെ കാര്യമാണ് പറഞ്ഞത്. ആരോടാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തവസ്സുൽ ചെയ്തത്? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് എന്നുള്ളതാണ് മങ്കൂസ് മൗലൂദ് പറയുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ പറയുന്നത് അള്ളാഹുവോടാണ് എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആദം നബിയുടെ അലൈഹിസ്സലാം പാപം പൊറുത്തതിനെ കുറിച്ചുള്ള വിവിധ അഭിപ്രായങ്ങൾ, ക്രിസ്ത്യാനികളുടെ വിശ്വാസം. അബ്ദുൽ ഫത്താഹ് മുഹമ്മദ് അബ്ദുൽ കരീം ഷഹർസ്ഥാനി പറയുന്നു, ദൈവത്തിന്റെ ഏകപുത്രനായതുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാമിന്റെ സ്ഥാനം ഉയർന്നതാണ്. അതുകൊണ്ടുള്ള പ്രവാചകരുമായി യാതൊരു സാദൃശ്യവും ചെയ്യാൻ പറ്റുന്നതല്ല. അതിനാൽ ഈസാ നബി അലൈഹിസ്സലാം കാരണമാണ് ആദം നബിയുടെ ആ പാപം പൊറുത്തു കൊടുത്തത്. ഇവരുടെ അതേ വാദം. ഇനി അടുത്തത് ഷിയാക്കളുടെ വിശ്വാസം നമുക്ക് നോക്കാം. ആദം നബി അലൈഹി സ്വലാമയുടെ പാപം പൊറുത്തു കൊടുത്തത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഹസൻ റളിയല്ലാഹു അൻഹു,
ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നിവരെ കൊണ്ടുള്ള തവസ്സുൽ മുഖാന്തിരം ആണെന്ന് അത് കെട്ടിച്ചമച്ച ഒരു ഹദീസായിട്ടുണ്ട്. ഇനി സൂഫികളുടെ സമസ്തക്കാരുടെ വിശ്വാസം അത് നമുക്ക് നോക്കാം. ആദം നബി അലൈഹിസ്സലാം പാപം പുറത്തു കൊടുത്തത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുള്ള തവസ്സുൽ മുഖാന്തരം തന്നെയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആദമിൽ നിന്ന് പിഴവുണ്ടായപ്പോൾ ആദം അലൈഹിസ്സലാം ഇങ്ങനെ പ്രാർത്ഥിച്ചു, നാദാ മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് നീ എനിക്ക് പുറത്തു തരണേ. അപ്പോൾ അള്ളാഹു പറഞ്ഞു, ആദം താങ്കൾ എങ്ങനെയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിഞ്ഞത്? ഞാൻ അവിടത്തെ സൃഷ്ടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഞാൻ അവിടത്തെ സൃഷ്ടിച്ചിട്ടില്ലല്ലോ. ഇത് ആ ചോദ്യം ഉണ്ടായിട്ടില്ല, അത് മറ്റൊരു കാര്യം. ഓക്കെ. അപ്പോൾ ആദം പ്രതികരിച്ചു, നാദാ നീ എന്നെ സൃഷ്ടിക്കുകയും ആത്മാവ് നൽകുകയും ചെയ്തപ്പോൾ ഞാൻ തല ഉയർത്തി നോക്കി, അപ്പോൾ അതിന്മേൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് എഴുതി വെച്ചതായി ഞാൻ കണ്ടു. നിന്റെ പേരിന്റെ ഒപ്പം നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരെ അല്ലാതെ ചേർക്കുകയില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. അള്ളാഹു പറഞ്ഞു, അതെ താങ്കൾ സത്യം പറഞ്ഞിരിക്കുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി തന്നെ. അദ്ദേഹത്തിന്റെ ഹക്ക് കൊണ്ട് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന്. മുസ്ലിങ്ങളുടെ വിശ്വാസം നോക്കാൻ. ഇതിപ്പോ സമസ്തക്കാരുടെ വിശ്വാസം പറഞ്ഞത്. ആദം നബി അലൈഹിസ്സലാമയുടെ പാപം പുറത്തു കൊടുത്തത് അള്ളാഹുവിനോടുള്ള ദുആ കാരണമാണ്. ചെയ്തു പോയ തെറ്റ് പുറത്തു കിട്ടാൻ അള്ളാഹു ആദമിന് നിർദ്ദേശിച്ചു കൊടുത്ത പരിഹാര മാർഗവും പരിശുദ്ധ ഖുർആനില് വ്യക്തമാക്കുന്നു. അനന്തരം ആദം തന്റെ രക്ഷിതാവിങ്കൽ നിന്ന് ചില വചനങ്ങൾ സ്വീകരിച്ചു. ആ വചനങ്ങൾ മുഖേന പശ്ചാത്തപിച്ച ആദമിന് അള്ളാഹു പാപമോചനം നൽകി. അവന് പശ്ചാത്താപം ഏറെ സ്വീകരിക്കുന്നവനും കരുണാനിധിയുമത്രേ. അൽ ബഖറ 37 ആയത്ത് എടുത്തു നോക്കി മനുഷ്യന്മാരെ. മങ്കൂസ് പറയുന്നതാണോ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹ് പറഞ്ഞാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? ഇനി ഏതെങ്കിലും ഇമാം ഏതെങ്കിലും ഇതിൽ എഴുതി വെച്ചു എന്നുള്ളതല്ല. മൂലപ്രമാണം പരിശുദ്ധ ഖുർആനാണ്. പിന്നെയാണ് സ്വഹീഹായ ഹദീസ്. നിങ്ങൾ പറയണ മൗലു ആയ ഹദീസുകൾ എടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഇനി അടുത്തത്, അള്ളാഹുവിൽ നിന്ന് ചില വചനങ്ങൾ സ്വീകരിച്ചു പശ്ചാത്താപിക്കുക വഴി ആദമിന്റെ പാപം പൊറുക്കപ്പെട്ടു എന്ന് ഖുർആൻ വ്യക്തമാക്കി. ആ വചനം ഇതായിരുന്നുവെന്നും ഖുർആൻ തന്നെ വ്യക്തമാക്കുന്നു. ഏതാണ് ആയത്ത് എന്നുള്ളത്? ആ ആയത്തിന്റെ സാരം പറയാം. അവര് രണ്ടുപേരും പറഞ്ഞു, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു. നീ ഞങ്ങൾക്ക് പുറത്തു തരികയും കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങള് നഷ്ടം പറ്റിയവരുടെ കൂട്ടത്തിലായിരിക്കും. പരിശുദ്ധ ഖുർആന് അറാഫ് 23. ഇനി വേറെയും ഒരുപാട് ആയത്തുകളുണ്ട്. ഇനി ഇവിടെ നേരത്തെ പറഞ്ഞ ആ ഒരു ഹദീസിന്റെ കാര്യം, അതിനെ ഹാഫിൽ നൂറുദ്ദീൻ ഹൈത്തമി പറയുന്ന കാര്യം കേട്ടോളിയും. ഇത് തൊബറാനിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. ഇതിൽ എനിക്കറിയാത്ത ഒരു വ്യക്തി ഉണ്ട്. മജ്മു അസവായിദ് എന്ന ഗ്രന്ഥത്തില് 8ാം വാള്യം 253 പേജിലാണുള്ളത്. അൽ ഇമാം ഹാക്കിം പറയുന്ന കാര്യങ്ങളുണ്ട്. ബുഖാരിയും മുസ്ലിമും റഹിമുല്ല അബ്ദുൽ റഹ്മാൻ ബിനു സയ്യിദ് ബിനു അസ്ലമിൽ നിന്ന് തെളിവെടുക്കാറില്ല. ആരാണെന്നുള്ളത് ഇവിടെ മറ്റൊരു ഗ്രന്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇമാം ബൈഹഖി പറയുന്നുണ്ട്, അബ്ദുറഹ്മാൻ ബിനു സയ്യിദ് ബിനു അസ്ലമിൽ നിന്നും മാത്രമാണ് ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. അയാൾ ദുർബലനാണ്. ഇമാം ബൈഹഖി പറഞ്ഞതാണ്. ഇനി നിങ്ങൾ ഒരു ഡസനല്ലേ, ഞാനൊരു 1.5 ഡസൻ കാണിച്ചു തരാം. ഇനി ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൊടുത്തതായി കാണാം. എന്താണ്? ആദം നബി അലൈഹിസ്സലാം തവസ്സുൽ ചെയ്തത് മുഹമ്മദ് നബി, ഫാത്തിമ, ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നിവരെ കൊണ്ടാണ് എന്നും അത് കാരണം അള്ളാഹു അവരുടെ പാപം പുറത്തു കൊടുത്തു എന്നും. ഇതിൽ ഏതാണ് സത്യം? ബൈഹഖി തൊബറാനിയിൽ ഉള്ള ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് പരമ്പര ദുർബലമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയും നിരവധിയുണ്ട്. ഒക്കെ ഒന്നും പറയാൻ സമയമല്ല, നമുക്ക് അടുത്ത കാര്യങ്ങളും കാണാണ്ടല്ലോ. ഇമാം ഹാക്കിം പറയുന്നുണ്ട്, അബ്ദുറഹ്മാൻ ബിനു സയ്യിദ് ബിനു അസ്ലം തന്റെ പിതാവിൽ നിന്നും നിർമ്മിതമായ ഹദീസുകൾ ഉദ്ധരിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇനിയും കുറെ തെളിവുകൾ ആ വിഷയത്തിൽ തന്നെ ഉണ്ട്. നമ്മൾ സമയം
അധികരിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു പോകണം. അടുത്ത് അലവി സഖാഫി പറയട്ടെ. 50ഓളം കിതാബുകളെ കൊണ്ട് സ്ഥാപിക്കാൻ കഴിയും. സമയമില്ലാത്തത് കൊണ്ട് തൽക്കാലം 2 കൊണ്ട് തൃപ്തിപ്പെട്ടോ. വെക്കുക അടുത്ത കളവ് പറയട്ടെ. മൂന്നാമത്തെ മുഹമ്മദ് നബിയെ കൊണ്ട് ഇസ്തിഗാസ ചെയ്തു. 3 അത് കളവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുഖേന സഹായം ചോദിച്ചു. ആര്? നൂഹ് അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സഹായം തേടി എന്ന് പറയുന്ന ഈ സംഭവം നിരവധി പണ്ഡിതന്മാര് രേഖപ്പെടുത്തി വെക്കുന്നു. ഇമാം തഖീദ്ദീൻ സുബ്കി തന്റെ ശിഫാഉസ് സഖാമിന്റെ 364-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെക്കുന്നു. അല്ലാമ മുഹമ്മദ് ഇയാസിൽ ഹനഫി തന്റെ ബദാഇഉസ് സുഹൂർ ഫീ വഖാഇഉദ് ദുഹൂർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ഒരാളെങ്കിലും പറഞ്ഞോ ഇത് കളവാണെന്ന് പറഞ്ഞിട്ടില്ല. അടുത്ത കളവ് പറയുന്നതിന് മുമ്പേ അലവി സഖാഫിയെ നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കി വെച്ചോ. ഏത് ഇമാമി എന്ത് ഷെയ്ഖ് അല്ലാമാന്ന് പറഞ്ഞാലും ഇവിടെ വില പോകൂല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനകൾ പരിശുദ്ധ ഖുർആനിൽ ഏതൊക്കെയെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എന്നിട്ട് അതിന്റെ ബാക്കി പറയാം. 23-ാം അധ്യായം 26-ാമത്തെ വചനത്തില് എന്റെ രക്ഷിതാവേ അവരെന്നെ നിഷേധിച്ചു തള്ളിയിരിക്കയാൽ നീ എന്നെ സഹായിക്കണമേ. 23-ാം അധ്യായം 26-ാമത്തെ ആയത്ത് എടുത്തു നോക്ക് സഹോദരന്മാരെ. അടുത്തത് 71-ാമത്തെ സൂറത്ത് 28-ാമത്തെ ആയത്തിൽ എന്താ പറഞ്ഞു നോക്കാം. എന്റെ രക്ഷിതാവേ എന്റെ മാതാപിതാക്കൾക്കും എന്റെ വീട്ടിൽ വിശ്വാസിയായിക്കൊണ്ട് പ്രവേശിച്ചവനും സത്യവിശ്വാസിനികൾക്കും നീ പുറത്തു തരയണമേ. അക്രമകാരികൾക്ക് നാശമല്ലാതൊന്നും നീ വർദ്ധിപ്പിക്കരുതേ. ഇനി 23-ാമത്തെ അധ്യായം 29-ാമത്തെ വചനം പരിശുദ്ധ ഖുർആനിലെ 23-ാം സൂറത്തിലെ 29-ാം ആയത്ത്. എന്റെ രക്ഷിതാവേ അനുഗ്രഹീതമായ ഒരു താവളത്തിൽ നീ എന്നെ ഇറക്കി തരയണമേ. നീയാണല്ലോ ഇറക്കി തരുന്നവരിൽ ഏറ്റവും ഉത്തമൻ. അടുത്തത് 11-ാം അധ്യായം 47-ാമത്തെ ആയത്ത്. എന്റെ രക്ഷിതാവേ എനിക്ക് അറിവില്ലാത്ത കാര്യം നിന്നോട് ആവശ്യപ്പെടുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് ശരണം തേടുന്നു. നീ എനിക്ക് പുറത്തു തരികയും നീ എന്നോട് കരുണ കാണിക്കുകയും ചെയ്യാത്ത പക്ഷം ഞാൻ നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കും. 11:47. നിങ്ങൾ എടുത്തു നോക്ക്, പരിശുദ്ധ ഖുർആന് മറിച്ചു നോക്ക്. 54-ാം അധ്യായം 10-ാമത്തെ ആയത്തിൽ പറയുന്നു, ഞാൻ പരാജിതനാകുന്നു, അതിനാൽ രക്ഷയ്ക്ക് നീ നടപടി സ്വീകരിക്കണമേ. ഇത് അള്ളാന്റെ കലാമിലൂടെ അള്ള പറഞ്ഞാണ്. ഈ കാര്യം മാറ്റി വെച്ചിട്ടാണ് മാല മൗലൂദില് ഏതോ ഇമാമും പറഞ്ഞു എന്നും പറഞ്ഞിട്ട് നടക്കുന്നത്. നമ്മൾ ഏതടിക്കേണ്ടത്? പരിശുദ്ധ ഖുർആൻ തള്ളിയിട്ട് ഇസ്ലാമിനെ പച്ചയായിട്ട് ആക്രമിക്കുന്ന അക്രമികളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങളാണോ നമ്മൾ എടുക്കേണ്ടത്? അടുത്ത കളവ് എന്ന് പറഞ്ഞിട്ട് പറയണ്ടല്ലോ, പറയട്ടെ. ഇബ്രാഹിം നബി തീയിലേക്ക് ഇട്ടപ്പോ ഇബ്രാഹിമിയുടെ മുതുകിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. 5-ാമത് ആ മുതുകിൽ ആ പ്രകാശം ഉണ്ടായത് കൊണ്ടാണ് ആ തീ തണുത്ത് കെട്ടുപോയത്. 5-ാമത്തെ നോടാ. 4ഉം 5ഉം ഇത് കളവല്ല, ഈ പറഞ്ഞത് നുണയല്ല. ഇതാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദം നബിയിൽ നിന്ന് അമ്പിയാക്കളിലൂടെ വന്ന് ഇബ്രാഹിം നബിയുടെ മുതുകിലെത്തി. തീ കുണ്ടാരത്തിൽ എറിയപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ഇബ്രാഹിം നബിയുടെ മുതുകിൽ ഉണ്ടായിരുന്നു. ആ കാരണത്തിനാൽ ആ തീ കൊണ്ട് ഇബ്രാഹിം നബി കരിഞ്ഞില്ല. ഞാൻ പറയുന്നതല്ല, ഇമാം ഇബ്നു അബി ഉമർ അൽ അദനി തന്റെ മുസ്നദിൽ ഇത് രേഖപ്പെടുത്തി വെക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാം ത്വബറാനി രേഖപ്പെടുത്തി വെക്കുന്നു. ഇമാം ഹാക്കിം രേഖപ്പെടുത്തി വെക്കുന്നു. ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തിയുടെ കിഫായത്തു ത്വാലിബിൽ ലബീബ് എന്ന അൽ ഖസായിസുൽ കുബ്രയുടെ 67-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ഇമാം ഖാദി ഇയാദ് തങ്ങളുടെ കിതാബു അശ്ശിഫാ ബി തഅരീഫി ഹുഖൂഖിൽ മുസ്തഫ എന്ന ഈ ഗ്രന്ഥത്തിന്റെ 1-ാമത്തെ വാള്യം 54-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ഒരൊറ്റ പണ്ഡിതനും പറഞ്ഞില്ല ഇത് കളവാണെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. കേരളത്തിൽ വിവരമില്ലാത്ത ഈ മൗലവിമാരുടെ ഈ ദുഷിച്ച നാക്കുകൊണ്ടല്ലാതെ ഇത് കളവാണെന്ന് പറഞ്ഞിട്ടില്ല. ശരി, അടുത്ത് വെക്കണതിന്റെ മുമ്പേ ഇത് കളവാണെന്ന് നമുക്ക് തെളിയിക്കാം. അള്ള പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിരിക്കണു എന്ന് പറഞ്ഞാല് അലവി സഖാഫി എങ്ങക്ക് വിശ്വസിക്കാൻ പറ്റൂല എന്നുള്ളതാണ് എന്റെ അറിവ്. കാര്യം ഇത്രയും ആയത്ത് പഠിച്ചിട്ടാണ് ആരൊക്കെ പറഞ്ഞിരിക്കണു. എത്ര വലിയ സുജായിട്ടും കാര്യമില്ല സഹോദരന്മാരെ. അള്ള പറഞ്ഞോ, അള്ളാന്റെ റസൂല് പറഞ്ഞോ, മാ കാലല്ലാ വമാ കാല റസൂലുള്ളാ. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രമാണങ്ങള്. ഇത് ഇല്ലെങ്കിലല്ലേ നമ്മൾ മറ്റു എന്തെങ്കിലുമൊക്കെ നോക്കണ്ടുള്ളൂ. ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്.
അല്ല പറഞ്ഞിട്ടുണ്ട്, അള്ളഹാനോടാണ് തേടിയിരിക്കണെന്നുള്ളത്. പിന്നെ എന്തിനാ നമ്മള് തൊബ്രാനി പറഞ്ഞു അല്ലെങ്കിൽ ഹൈത്തമി പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഹാക്കിം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മളത് പോണത് എന്തിനാണ്? അവരൊക്കെ പണ്ഡിതന്മാരാണ്, അവർക്കൊന്നും തെറ്റ് പറ്റൂല എന്നുള്ളത് അവര് പറഞ്ഞിട്ടില്ല. അവർക്കൊക്കെ തെറ്റ് പറ്റാം. എന്നാൽ തെറ്റ് പറ്റാത്ത ഒരാളുണ്ട്, ആരെന്നറിയോ? അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. തെറ്റ് സംഭവിക്കാത്ത ഒരു ഗ്രന്ഥമുണ്ട്, ഏതെന്നറിയോ? പരിശുദ്ധ ഖുർആന്. അതിലെന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനകൾ 14-ാം അധ്യായം 40-ാമത്തെ 41-ാമത്തെ ആയത്ത് എടുത്ത് നോക്കിക്കോളി, മറിച്ചു നോക്കിക്കോളി. എന്റെ രക്ഷിതാവേ, എന്നെ നീ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവനാക്കേണമേ, എന്റെ സന്തതികളിൽ പെട്ടവരെയും അപ്രകാരം ആക്കേണമേ. ഞങ്ങളുടെ രക്ഷിതാവേ, എന്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ രക്ഷിതാവേ, നീ വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പൊറത്തു തരയണമേ. അങ്ങനെ ഒരു പ്രാർത്ഥന. അത് കഴിഞ്ഞിട്ട് 26-83 എന്റെ രക്ഷിതാവേ, എനിക്ക് നീ ജ്ഞാനം നൽകുകയും എന്നെ നീ സജ്ജനങ്ങളോടൊപ്പം ചേർക്കുകയും ചെയ്യണമേ. പിൽക്കാലക്കാർക്കിടയിൽ എനിക്ക് നീ സത്കീർത്തി ഉണ്ടാക്കണമേ. എന്നെ നീ സുഖസമ്പൂർണമായ സ്വർഗത്തിന്റെ അവകാശികളിൽ പെട്ടവനാക്കണമേ. എന്റെ പിതാവിന് നീ പൊറത്തു കൊടുക്കണമേ. തീർച്ചയായും അദ്ദേഹം വഴിപിഴച്ചവരുടെ കൂട്ടത്തിലായിരുന്നു. മനുഷ്യർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം എന്നെ നീ അപമാനത്തിലാക്കരുതേ. ഇനി വായിക്കണില്ല, ആയത്തുകൾ പറയാം, നിങ്ങൾ ഒന്ന് എടുത്ത് മറിച്ചു നോക്കി. 2-ാം അധ്യായം അൽ-ബഖറ 128-129. അത് കഴിഞ്ഞാൽ 37-ാം അധ്യായത്തിലെ 100-ാമത്തെ ആയത്ത്, എന്റെ രക്ഷിതാവേ, സദ്വൃത്തരിൽ ഒരാളെ നീ എനിക്ക് പുത്രനായി പ്രദാനം ചെയ്യണമേ. അത് കഴിഞ്ഞാൽ 14-ാം അധ്യായം 35-ാം വചനം, എന്റെ രക്ഷിതാവേ, നീ ഈ മക്കയെ നിർഭയത്വമുള്ളതാക്കുകയും എന്നെയും എന്റെ മക്കളെയും വിഗ്രഹങ്ങൾക്ക് ആരാധന നടത്തുന്നതിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യണമേ. അത് കഴിഞ്ഞാല് 14-ാം അധ്യായം 37-ാമത്തെ ആയത്ത്. അത് കഴിഞ്ഞാൽ 60-ാം അധ്യായം 5-ാമത്തെ ആയത്ത്. അതും കൂടി ഒന്ന് വായിക്കാം. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ സത്യനിഷേധികളുടെ പരീക്ഷണത്തിന് ഇരയാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് നീ പൊറത്തു തരണമേ. തീർച്ചയായും നീ തന്നെയാണ് പ്രതാപിയും യുക്തിമാനും. അൽവി സഖാഫി, ഇനി നിങ്ങൾ പറയും, ഈ സാധനങ്ങൾ മാറ്റി വെച്ചിട്ടാണോ നിങ്ങൾ വേറെ ആരൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ? ആര് തന്നെ ആയിക്കോട്ടെ, നേരത്തെ നമ്മൾ പറഞ്ഞു, തെറ്റ് സംഭവിക്കാത്തത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹീഹായ ഒരു ഹദീസില്ല. അള്ളാഹുവിന്റെ കലാമില് ഇങ്ങനെ ഒരു സംഭവമല്ല. അള്ളാഹുവിന്റെ കലാമിലുള്ള പ്രാർത്ഥനകൾ നമ്മളോട് കാണിച്ചു കഴിഞ്ഞു. എന്തിനാണ് നിങ്ങൾ ഇത്തരത്തിൽ ആളുകളെ വഞ്ചിക്കുന്നത്? ഇത് അല്പം നീണ്ടു പോകില്ലേ, അത്രക്ക് ഉണ്ട് ഇത് പറയാന്. അടുത്തത് പറയാം. കളവ് 6, 7, 8 ഒന്നിച്ചു വെക്ക്. നബിയുടെ മാതാവ് ഗർഭം ചുമന്നപ്പോൾ ആകാശത്തെ മലക്കുകളെ കണ്ടു. നുണ നമ്പർ 6. നുണ 7 അംബിയ. ആ നബിയുടെ മാതാവിനടുത്തേക്ക് അമ്പിയാക്കന്മാരെല്ലാം കടന്നു വന്നു. 8-ാമത്തെ നീ പ്രസവിച്ചാൽ കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിടണം എന്ന് അമ്പിയാക്കൾ പറഞ്ഞു. 8-ാമത്തെ നുണയല്ല, അയിമ്മത്തുകൾ രേഖപ്പെടുത്തി വെക്കുന്നു. ഇമാം ഹാഫിദ് സുയൂത്തിയുടെ അൽ ഹസായിസുൽ കുബ്ര 1-ാമത്തെ വാള്യം 72-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ഇമാം ഹാഫിദ് ഖസ്തലാനിയുടെ അൽ മവാഹിബുൽ ലദുന്നിയുടെ വ്യാഖ്യാന ഗ്രന്ഥമായ ശറഹുൽ സുർഖാനിയിൽ ഇത് രേഖപ്പെടുത്തി വെക്കുന്നു. കളവാണെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് കളവാണ്. എങ്ങനെ എന്നുള്ളത് അല്പം ബുദ്ധിയും ബോധം വേണട്ടോ, എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. ഈ വീഡിയോ നമ്മൾ 2 പാർട്ടായിട്ട് ചെയ്യാം. ഈ ഒരു കാര്യത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം. അടുത്തത് വേറെ കളവുകൾ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന കാര്യത്തെക്കുറിച്ച് അടുത്തൊരു പാർട്ടായിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്താൽ ചെയ്യാവുന്നതാണ്. ഇവിടെ പറയുന്നത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തെ സംബന്ധിച്ചുള്ള അതിന് മുമ്പുള്ള കാര്യങ്ങളാണ്. ഇവരിപ്പൊ പറയുന്ന ആ ഗ്രന്ഥങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആരെ പറഞ്ഞത്? അത് പരമ്പര മുറിയാതെ സത്യസന്ധമായിക്കൊണ്ട് ഈ പറയപ്പെട്ട ഈ ഗ്രന്ഥത്തിൽ എഴുതിയ ആളുകളിലേക്ക് എങ്ങനെയാണ് എത്തിയത്? അല്ല പറഞ്ഞിട്ടില്ല, അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടില്ല, പിന്നെ ആര് പറഞ്ഞു എന്നാ? ഇത്രയും മതി. ഒരു കാര്യം അത് പണ്ട് കാലത്ത് നടന്ന കാര്യങ്ങള് അത് വിശ്വാസയോഗ്യമാകണമെങ്കിൽ ഇസ്നാദുകളിലൂടെ പരിശുദ്ധ ഖുർആന്റെ നസ്സിനെതിരല്ലാത്ത അതിന്റെ മത്തിന് വ്യക്തമായിക്കൊണ്ട് വിശ്വാസയോഗ്യമായിക്കൊണ്ട് വന്നിരിക്കണം. ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഓലിക്ക് എന്തൊക്കെ തോന്നി, ഓൽ എന്തൊക്കെ പറഞ്ഞു, അത് ഇവർ കോതക്ക് പാട്ടായിട്ട് കൊണ്ടു നടക്കണു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ മനസ്സിലാക്കാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന സമയത്ത് സംഭവിച്ച കാര്യങ്ങൾ അത്രയും അത് ആരാണ് റിപ്പോർട്ട് ചെയ്തത്?
ഈ പറയപ്പെട്ട കാര്യങ്ങള് ആരാണ്? റസൂലുള്ള പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ ഹദീസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ റസൂലുള്ള പ്രവർത്തിക്കണം, പറയണം, അല്ലെങ്കിൽ മൗനാനുവാദം നൽകണം. ഈ കാര്യത്തിലൊന്നും അതില്ല. പിന്നെ എവിടുന്ന് ഇവർക്ക് ഇത് കിട്ടിയത്? അതല്ലേ ചോദിക്കേണ്ടത്. അള്ളാഹ് പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് തള്ളി മാറ്റിവെച്ചിട്ട് ഇസ്ലാമിനെ തകർക്കുവാൻ വേണ്ടി നടക്കുന്ന ആളുകളെ ഇതിന് കുറെ കിതാബ് ഓതേണ്ടതില്ല. പിന്നെ ഇവര് കുറെ കിതാബ് ഓതിയിട്ടില്ല. അന്റെ യോഗ്യത എന്താ, അന്റെ ക്വാളിഫിക്കേഷൻ എന്താ? തന്നെ നിങ്ങൾ പറയുന്നത് കള്ളമാണ് എന്ന് പണ്ടൊക്കെ ഒരു 10, 30, 10, 50 കൊല്ലം മുമ്പ് എണിച്ചെങ്കിൽ ഇത് ഓതി പഠിച്ച ആളെടുത്ത് മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. അപ്പൊ ഓല് പറഞ്ഞു തരുന്നത് എന്താ? ഒരു പാള കിതാബുകൾ പറഞ്ഞ ആ ഒരു രൂപത്തില്. എന്നാൽ ഇന്നത്തെ കാലത്ത് അതല്ല. എന്താണ് പാള, എന്താണ് സത്യസന്ധം എന്നുള്ളത് വ്യക്തമായിക്കൊണ്ട് വിരൽത്തുമ്പില് നമുക്ക് കണ്ടെത്താൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും, പഠിക്കാൻ കഴിയും. വിവരക്കേടുകൾ പറഞ്ഞുകൊണ്ട് ഈ പാപൻ ജനങ്ങളെ നിങ്ങൾ ഇനിയും വഴികേടിലാക്കരുത് എന്നാണ് പറയാനുള്ളത്. പ്രിയമുള്ളവരെ, ഇത് വീഡിയോ നീണ്ടു പോകുന്നത് കാരണം കൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോക്ക് നമ്മൾ ഒരു പാർട്ടും കൂടിയും കൊണ്ടുവരാൻ ശ്രമിക്കും എന്നാണ് പറയുവാനുള്ളത്. ഒരു 20-25 മിനിറ്റിലൊക്കെ അധികമായിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് മുഴുവൻ പറയുമ്പോൾ വലിയ വീഡിയോ ആയി പോകും. അത്രയും വീഡിയോ ഒരുമിച്ച് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒരു വീഡിയോ കൂടി ഈ വിഷയത്തിൽ കൊണ്ടുവരാം എന്നാണ് പറയുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.